നമസ്കാരം. ജയശങ്കർ, വള്ളൂരാണ്ട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി റീതു വർമ്മ ഗോപിനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 34 വയസ്സ്, കാർത്തിക നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷനിൽ ഡിപ്ലോമ പാസ്സായിരിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ഒരു പ്രശസ്തമായ MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവര് ക്ഷത്രിയ അല്ലെങ്കിൽ സാമന്ത എന്നൊക്കെ പറഞ്ഞ ഗണത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ വളരെ ഫോർവേഡ് ആയിട്ടുള്ള കാസ്റ്റാണ്, ഫോർവേഡ് കാസ്റ്റ് ആണ്. പണ്ട് കാലത്തൊന്നാണ് വെച്ചാൽ ഇവർ നായന്മാരും മേനോന്മാരായിട്ടൊന്നും വിവാഹം കഴിക്കില്ല. ഇപ്പോൾ നായന്മാരും മേനോന്മാരൊക്കെ ആയിട്ട് വിവാഹം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ ഈ ക്ഷത്രിയ അല്ലെങ്കിൽ സാമന്ത കിട്ടാൻ ഉള്ളൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 162 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 60 kg വെയിറ്റ്. അച്ഛൻ റിട്ടയർഡ് ബാങ്ക് മാനേജർ, അമ്മ ഹൗസ് വൈഫാണ്. 2 ബ്രദേഴ്സാണ് ഉള്ളത്. ഒരു ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്. ഇവർ മഞ്ചേരിയാണ് ഇവരുടെ താമസ സ്ഥലം, അല്ലെങ്കിൽ സെറ്റിൽഡ് ആയിരിക്കുന്നത് മഞ്ചേരിയിലാണ്, മലപ്പുറത്ത് മഞ്ചേരി. പഴയ തറവാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരി കോവിലകമാണ്. മഞ്ചേരി കോവിലകത്തെയാണ് ഈ കുട്ടിയുടെ പാരൻസിൻ്റെ തറവാട്. ഒരിക്കൽ കൂടെ റീതു വർമ്മ ഗോപിനാഥിനെ കുറിച്ച് ഞാൻ പറയാം. റീതു വർമ്മ, കാർത്തിക നക്ഷത്രം, 34 വയസ്സ്, 162 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 60 kg വെയിറ്റ്. നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ NTTF അവിടെ നിന്ന് ഡിപ്ലോമ പാസ്സായിരിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിലെ പ്രശസ്തമായ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിസൈഡ് ചെയ്യുന്നത് മഞ്ചേരിയിലാണ്, മലപ്പുറം മഞ്ചേരിയിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അച്ഛൻ റിട്ടയർഡ് ബാങ്ക് മാനേജർ, അമ്മ ഹൗസ് വൈഫ്, 2 ബ്രദേഴ്സാണ് ഉള്ളത്. ഒരു ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്. അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളൂരാണ്ട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു വിവാഹം നോക്കണം അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വീട്ടിൽ അച്ഛനമ്മമാർക്കൊക്കെ കുറച്ച് ടെൻഷനാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ ഉള്ള ഒരു വല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ടെൻഷനൊക്കെ കഴിയാവുന്നത്ര കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, രക്ഷിതാക്കൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലത്തെ ആദ്യത്തെ സ്റ്റെപ്പാണ്, ആർക്കാണോ വിവാഹം നോക്കേണ്ടത് എങ്കിൽ അവരുമായിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കുക. കുട്ടികൾക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. ഹൈറ്റ് ഇത്ര വേണം, വെയിറ്റ് ഇത്ര വേണം, അല്ലെങ്കിൽ ജോലി സ്ഥലം ഇന്നതായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഇന്നത് വേണം, ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 100% മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിയാവുന്നത്ര ട്രൈ ചെയ്യുക. ഏതായാലും നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ കുട്ടികളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, ജാതകത്തിനെ പറ്റി കൂടുതൽ പഠിക്കാതിരിക്കുക. പൊതുവെ ഇപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കളെല്ലാം ജ്യോതിഷ പണ്ഡിതന്മാരായി മാറുന്നൊരു കാഴ്ചയാണ്. എന്നാൽ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയൂല. അവരപ്പോൾ പറയും ഇത് പണിക്കര് പറഞ്ഞതാണ് അല്ലെങ്കിൽ ജ്യോത്സ്യൻ പറഞ്ഞതാണെന്ന് പറയും. പക്ഷെ അതെല്ലാം പഠിച്ചു വെക്കുന്നുമുണ്ട്. അത് കഴിയാവുന്നത്ര കുറച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം പഠിക്കുക. ഇപ്പം പഠിക്കണ്ട ഈ വക കാര്യങ്ങളൊന്നും. അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കഴിയാവുന്നത്ര ജാതകത്തിനെ പറ്റി കുറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ല. നിങ്ങൾക്ക് അറിവുള്ള സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം നന്നായിട്ട് സംസാരിക്കുക.
മറ്റേത് കഴിയാവുന്നത്ര കുറഞ്ഞ് സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് നോക്കിപ്പിക്കുക. അതിനാണ് ജ്യോത്സ്യന്മാരെല്ലാം ഓഫീസ് തുറന്നിരിക്കുന്നുണ്ട്, അവരെ കൊണ്ട് നോക്കിപ്പിക്കുക. ഒരു കാരണവശാലും നിങ്ങളായിട്ട് അത് ചേരില്ല, ഇത് ചേരില്ല, ഇത്ര ദോഷം, 7 ചൊവ്വ 8 ബുധൻ, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഫൈൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുക, നോക്കുക, ജ്യോത്സ്യൻ എന്ത് പറയുന്നു അത് കേൾക്കുക. ഇനി രണ്ട് ഫാമിലിക്കും ഓക്കെയാണ്, ആൺകുട്ടിയുടെ വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4-5 ജ്യോത്സ്യന്മാരുടെ അടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. ജ്യോത്സ്യത്തിമ്പിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ നമ്മൾ റിസർച്ച് നടത്തലല്ല നമ്മളുടെ ആവശ്യം, മറിച്ച് കല്യാണം എത്രയും പെട്ടെന്ന് നടക്കലാണ് നമ്മളുടെ ആവശ്യം. ഈ പണിക്കർ ഇങ്ങനെയുള്ളൂ പറഞ്ഞ്, ആ പണിക്കർ ഇങ്ങനെയുള്ളൂ പറഞ്ഞതൊന്നും പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരു പണിക്കർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അടുത്തത്, ഇതിൽ മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. തറവാട്ടിലെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് നാഗങ്ങൾ എന്നൊക്കെ പറയും, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് വിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഈ വിവാഹം എത്രയും പെട്ടെന്നൊന്ന് അനുയോജ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. എന്താണ് ഈ നല്ല പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകളും ഈ പ്രൊഫൈൽ എഴുതുമ്പോൾ കാണുന്ന ചില അറിഞ്ഞോ അറിയാതെയോ ഉള്ള ചില തെറ്റുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ജാതകത്തിൻ്റെ ഉദാഹരണത്തിന് ജാതകം എടുത്തു കഴിഞ്ഞാൽ പലരും എഴുതുന്ന കാഴ്ചയാണ് 7 ചൊവ്വ അല്ലെങ്കിൽ കുജദോഷം, രാഹുദോഷം, ഇങ്ങനെയൊക്കെ എഴുതുന്ന കാണാം. അരദോഷം, ഒരു ദോഷം, 2.5 ദോഷം, ശുദ്ധജാതകം. ഇത് എഴുതുമ്പോൾ ഈ വായിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമില്ലെങ്കിൽ അവർ പേടിച്ചു പോകും. അയ്യോ 7 ചൊവ്വയാണല്ലേ, ഇനിയിപ്പോൾ അതെന്താവോ, എൻ്റെ മകന് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതൊന്നും ആക്ച്വലി ഒരു പ്രോബ്ലം ഇല്ലാത്ത സംഭവമാണ്. പക്ഷേ വായിക്കുന്ന ആൾക്ക് ഇതിനെപ്പറ്റി വിവരമില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറും. അപ്പം നല്ല നല്ല പ്രൊഫൈലുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ജാതകത്തിൻ്റെ കാര്യങ്ങൾ കഴിയാവുന്നത്ര കുറച്ച് എഴുതാൻ ശ്രമിക്കുക. ജ്യോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കുക. ജ്യോത്സ്യൻ എന്ത് പറയുന്നോ അത് വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ക്വാളിഫിക്കേഷൻ എഴുതുന്ന സമയത്ത് ചിലർ IIT ചെന്നൈയിൽ നിന്ന് പാസ്സായി ഉണ്ടാവും, പക്ഷെ ഇവിടെ MTech എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവൂ, അല്ലെങ്കിൽ BTech എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. കൃത്യമായിട്ട് എഴുതണം, ഇന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഞങ്ങൾ പാസ്സായിരിക്കുന്നത്, അതിന് വാല്യൂ വേറെയാണ്, നല്ല വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് പറയുന്നത്. അടുത്തത് സാലറി. പല ആൺകുട്ടികളുടെയും പല പെൺകുട്ടികളുടെയും രക്ഷിതാക്കൾ സാലറി കാട്ടാൻ ഭയങ്കര മടിയാണ്. കൂടുതൽ സാലറി ഉണ്ടെങ്കിൽ ആ സാലറി കണ്ടിട്ട് ആരും വരണ്ട എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ അറിയിപ്പിക്കണം. സാലറി ഉണ്ട്, 50 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാട്ടണം. 50 ലക്ഷം രൂപയാണെന്നുള്ളത്. ഒരു പെൺകുട്ടിക്ക് 50 ലക്ഷം രൂപ, വരുന്ന ആൺകുട്ടിക്ക് സെയിം ക്വാളിഫിക്കേഷൻ 15 ലക്ഷം രൂപ ശമ്പളം ഉള്ളുവെങ്കിൽ നാളെ അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞ് എന്തെങ്കിലും തരത്തിൽ സംസാരിക്കുന്ന സമയത്ത്, അത് ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് ആൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയും അവൾക്ക് സാലറി കൂടിയതിൻ്റെ കുഴപ്പമാണ്. ഈ ഈഗോ ക്ലാഷ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നിസാര കാര്യങ്ങളാണ് കുടുംബ കോടതിയിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കുടുംബ കോടതി അഡ്വക്കേറ്റുമാർ തിരക്കാണ്. നിസാര കാര്യങ്ങൾ നമുക്ക് തന്നെ ചിരി വരും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഇതിനൊക്കെയാണോ ഡിവോഴ്സിലേക്ക് പോകുന്നതെന്നുള്ളത്. അത്രയും മോശം സിറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ട് കഴിയാവുന്നത്ര ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് 35 ലക്ഷം രൂപ സാലറി, ആൺകുട്ടിക്ക് സാലറി കിട്ടുന്നത് 35 ലക്ഷം രൂപ. ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു 35 ലക്ഷം കാട്ടണ്ട, അത് 35 ലക്ഷം എന്നുള്ളത് അറിഞ്ഞിട്ട് വരുന്ന ആളുകൾ വേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു കാരണവശാലും
അതറിഞ്ഞിട്ട് വരരുത്. അപ്പം ഞാൻ ചോദിച്ചു എത്ര കാട്ടണം, ഇപ്പം എത്ര അപ്പോൾ അവർ പറഞ്ഞു ഒരു 15 ലക്ഷം കാട്ടിക്കുള്ളൂ, അതിലും കൂടുതൽ കാട്ടണ്ട. ശരി, 15 ലക്ഷം കാട്ടി. നെക്സ്റ്റ് ഡേ ഒരു പെൺകുട്ടിയുടെ കേസ് വന്നു. ആ കുട്ടിക്ക് 26 ലക്ഷം രൂപ സാലറി ആയിരുന്നു. 26 ലക്ഷം രൂപ സാലറി വന്നപ്പോൾ ഇവർക്ക് നോക്കണമെന്നുണ്ട്. ഇവർക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുത്തപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു അവന് സാലറി 16 ലക്ഷമേ ഉള്ളൂ, അപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി. അത് നല്ലൊരു കേസ് വന്നിട്ട് അത് ഇല്ലാതെയായി പോയി. അപ്പം ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. തെറ്റായിട്ടൊന്നും എഴുതണ്ട, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. അതിന് ഒരു ജനത്തിനും ഒരാൾക്കും ഒരു വിരോധവുമില്ല. ട്രാൻസ്പെറൻ്റ് ആവാൻ ശ്രമിക്കുക കഴിയാവുന്നത്ര. ഒന്ന് വെച്ച് വേറൊന്ന് പുറത്തേക്ക് കാട്ടരുത്, അത് നിങ്ങൾക്ക് തന്നെ അപകടം ഉണ്ടാക്കും. വളരെ ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങളൊക്കെ. അങ്ങനെ പ്രൊഫൈൽ നന്നായി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% മാട്രിമോണിയൽ സൈറ്റുകളും നല്ലത് തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവും. പക്ഷെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രൊഫൈലുകൾ അവർക്ക് കിട്ടാതെ വരും. അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങൾക്ക് അയച്ചു തരില്ല. അപ്പം നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തും. അയ്യോ, അവരൊന്നും തരുന്നില്ലല്ലോ, 2000 രൂപ വാങ്ങിച്ചു, 5000 രൂപ വാങ്ങിച്ചു, 10,000 രൂപ വാങ്ങിച്ചു, ഒരു പ്രൊഫൈൽ പോലും അവർ തരുന്നില്ല. ചിലരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒറ്റപ്പാലത്തുനിന്ന് ഒരാൾ രജിസ്റ്റർ ചെയ്താൽ കൊല്ലത്തു നിന്നായിരിക്കും കോൾ വരിക. കൊല്ലത്തുനിന്ന് കോൾ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ മാനസികമായിട്ട് നമുക്ക് ഈ ജോഗ്രഫിക്കൽ ഏരിയ, നമ്മളിപ്പോൾ ഈ ഒറ്റപ്പാലം എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ഒരു തൃശ്ശൂർ വരെയൊക്കെ പോവും. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകാൻ വളരെ മടിയാണ് കാണുന്നത്. തെക്ക് ഭാഗത്തേക്ക് പോകാൻ വളരെ മടിയാണ്. അതുപോലെ തന്നെ മാക്സിമം ഒരു കോഴിക്കോട് വരെ പോവും. കോഴിക്കോട്ട് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ കുറച്ച് മടിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബന്ധുവീടാകുമ്പോൾ പെട്ടെന്നൊന്ന് പോയിട്ട് വരാൻ, പിന്നെ അവരുടെ കൾച്ചറും നമ്മളുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ ആരും റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ഇതിലത്തെ ഒരു വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഏതെങ്കിലും 1-2 ആളെങ്കിലും ആ മാട്രിമോണിയലിനെ കുറിച്ചൊരു നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജോയിൻ ചെയ്യും. ഇപ്പം ഏതെങ്കിലും ഒരാൾക്ക് ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശരിയായി കൊള്ളുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് സംസാരിച്ച് നോക്കുക, എത്ര രൂപയാണ് അവരുടെ ചാർജ്, കല്യാണം എൻഗേജ്മെൻ്റ് ഒക്കെ ശരിയായി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങിക്കും. പലരും പല കണക്കുകളാണ് ഇപ്പോൾ നിരത്തുന്നത്. ഇപ്പം എൻ്റെ അറിവിലൊക്കെ 1 ലക്ഷത്തിൻ്റെ മീതെയൊക്കെ കടന്നിരിക്കുന്നു. എൻഗേജ്മെൻ്റ് തലേ ദിവസം പോയിട്ട് ഗുണ്ടായുസം കാര്യങ്ങളൊക്കെ കാട്ടുന്ന അങ്ങനത്തെ ടീമുകളെ എനിക്കറിയാം. അപ്പോൾ അതിൽക്കൊന്നും പോകരുത്. വിവാഹം ഏതർത്ഥത്തിലും മംഗളകരമായിരിക്കണം. ഓരോ പ്രവൃത്തികളും, അത് ഒരു ടെൻഷനും ഉണ്ടാവരുത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ വന്നു, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ടു, അച്ഛൻ അമ്മ വീട്ടുകാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു, ജാതകവും നോക്കി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരക്ക് പിടിച്ച് പെണ്ണ് കാണൽ ചടങ്ങിന് പോകരുത്. തീർച്ചയായിട്ടും ആൺകുട്ടിയും പെൺകുട്ടിയും വാട്സാപ്പ് ചാറ്റ് കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. അവർ 2 പേരും കംഫർട്ടായി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ മുന്നോട്ട് പോകാവൂ. അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾ തമ്മിൽ സംസാരിക്കണം. ഒന്ന്, വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം ആദ്യം തന്നെ. 2, ഈ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. 3-മത്തെ കാര്യം, കുടുംബപരമായിട്ടുള്ള, അതായത് നമ്മളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അതിനുശേഷം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. മെഡിസിനും അങ്ങനെ മെഡിസിൻ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം
അമിതമായ ബാങ്കിങ് ലോൺസ്, അതായത് EMI എത്ര ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു പരിധി വിട്ടിട്ടുള്ള EMIയിലേക്ക് പോകരുത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. മെഡിസിൻ കഴിക്കുന്നത് മനസ്സിലാക്കി വെക്കാം. കാരണം ഇന്ന് എന്ത് അസുഖം വന്നാലും മെഡിസിനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ തീർച്ചയായിട്ടും ലോണൊക്കെ ഇപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് കല്യാണ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ലോണൊക്കെ എടുത്തു എന്നൊക്കെ വരും. അപ്പോൾ അതിന് ഒരു മോശമായിട്ട് കാണേണ്ട കാര്യം ഒട്ടുമില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു പരിധി വിട്ടിട്ടുള്ള ലോണാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം നമുക്കായിരിക്കും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നന്നായിട്ട് വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ഇതെല്ലാം ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ തമ്മിൽ പുറത്ത് വെച്ച് കാണണം. ഒരു കാരണവശാലും അത് ഒരു മടിയും വിചാരിക്കരുത്. പുറത്ത് വെച്ച് കണ്ട് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുക. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ അവരുടെ ആ ബോഡി ലാംഗ്വേജ്, ആ സംസാരിക്കുന്ന രീതി, ഇതെല്ലാം മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരുമാ കുഴപ്പമില്ല, കംഫർട്ടാണ്. അഥവാ കംഫർട്ടല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെച്ച് നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ റിട്ടയർഡ് ലൈഫ്, അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ്, കുട്ടികളുടെ ദാമ്പത്യ ജീവിതം ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ.